ദുഃഖകരമായ വാർത്തയാണ് കണ്ണൂരിൽ നിന്ന് വരുന്നത്. കണ്ണൂർ പയ്യാമ്പലം തീരത്ത് കുളിക്കാനിറങ്ങിയ 3 പേർ തിരയിൽപ്പെട്ട് മരിച്ചു. ബംഗളൂരു സ്വദേശികളായ മുഹമ്മദ് അഫ്രാസ്, അഫ്നാൻ അഹമ്മദ് എന്നിവരാണ് മരിച്ചത്. ബിജീഷ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ബിജീഷ്, ഇവര് വിനോദസഞ്ചാരികളാണോ? ഇവരെങ്ങനെയാണ് പയ്യാമ്പലത്ത് വന്നത്? എപ്പോഴാണ് ഈ സംഭവം? കർണാടകത്തിൽ നിന്നുള്ള ഡോക്ടർമാരടങ്ങിയ സംഘമാണ് ഈ അപകടത്തിൽപ്പെട്ടത്. 8 പേർ 2 ദിവസം മുൻപാണ് പയ്യാമ്പലത്തെത്തിയത്. ഇവർ പയ്യാമ്പലത്തുള്ള ഒരു സ്വകാര്യ റിസോർട്ടിലായിരുന്നു താമസം. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ഈ റിസോർട്ടിന് മുൻവശത്തുള്ള കടലിലാണ് ഇവർ കുളിക്കാനിറങ്ങിയത്. ഇതിനിടയിലാണ് മൂന്ന് പേർ ഈ തിരയിൽപ്പെടുകയും മൂന്ന് പേരെ കാണാതാവുകയും ചെയ്തത്. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ ആദ്യം 2 പേരെ കിട്ടി. അത് കഴിഞ്ഞ് ഏകദേശം 1.5 മണിക്കൂറിന് ശേഷമാണ് 3ാമത്തെ ആളെ കണ്ടെത്താനായത്. 3 പേരെയും കടലിൽ നിന്ന് എടുക്കുന്ന ഘട്ടത്തിൽ തന്നെ കണ്ടുകിട്ടുന്ന ഘട്ടത്തിൽ തന്നെ മരിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. മുഹമ്മദ് അഫ്രാസ്, അതുപോലെ അഫ്നാൻ അഹമ്മദ്, റഹാനുദ്ദീൻ തുടങ്ങിയവരാണ് ഈ മരണപ്പെട്ടത് എന്നുള്ളതാണ് റിസോർട്ടിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരം. പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സ് സംവിധാനങ്ങളും സ്ഥലത്തെത്തിയാണ് ഈ പരിശോധന നടത്തിയത്. ഒപ്പം മത്സ്യത്തൊഴിലാളികളും അടങ്ങിയിരുന്നു. ഈ സ്ഥലം, ഇവർ ഇന്ന് തിരയിൽപ്പെട്ട സ്ഥലം ഒരു അപകട മേഖലയായിട്ടാണ് അറിയപ്പെടുന്നത്. അവിടെ നേരത്തെയും പല തരത്തിലുള്ള മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. തിരയിൽപ്പെടുന്ന സംഭവങ്ങൾ നിത്യമാകുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരും പരിസരവാസികളും ഇവരെടുത്ത് പറയാറുണ്ടെങ്കിലും ആൾക്കാർ അത് അനുസരിക്കാറില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും വളരെ ദുഃഖകരമായ ഒരു സംഭവം നടന്നിരിക്കുന്നു. 3 പേർ വിദേശ വിനോദസഞ്ചാരത്തിന് എത്തിയ 3 പേർ തിരയിൽപ്പെട്ട് മരണപ്പെട്ടിരിക്കുകയാണ്. അജി, ബിജീഷ്, ഇവർക്കൊപ്പം ഇവർ 3 പേർ മാത്രമാണോ കണ്ണൂരിലേക്ക് വന്നത്? മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? ഈ അപകടം നടക്കുന്ന സമയത്ത് തന്നെ രക്ഷാപ്രവർത്തനം നടന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്താണ്? 3 പേരല്ല, 8 പേരടങ്ങിയ സംഘമാണ് 2 ദിവസം മുൻപ് പയ്യാമ്പലത്തെത്തിയത്. പയ്യാമ്പലത്തുള്ള ഒരു സ്വകാര്യ റിസോർട്ടിലാണ് ഇവർ താമസമുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇന്ന് ഒരു 12 മണിയോടുകൂടിയാണ് ഇവർ ഈ പയ്യാമ്പലം നീർക്കടവിനടുത്തുള്ള ഈ കടലിൽ കുളിക്കാനിറങ്ങുകയായിരുന്നു. ഇവിടെ നേരത്തെയും അപകടങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു അപകട മേഖലയായി കരുതപ്പെടുന്ന സ്ഥലം തന്നെയാണ്. നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇവർ അതൊന്നും പരിഗണിക്കാതെയാണ് കടലിൽ കുളിക്കാനിറങ്ങിയത്. തുടർന്ന് തിരയിൽപ്പെടുകയായിരുന്നു. 5 പേർ രക്ഷപ്പെട്ടു. ബാക്കി 3 പേരാണ് ഈ അപകടത്തിൽപ്പെട്ടത്. മണിക്കൂറുകളോളം കഴിഞ്ഞാണ് ഒരാളിനെ കടയിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞത്. അപ്പോഴേക്കും മരണപ്പെടുകയും ചെയ്തു. ആദ്യം എടുത്ത 2 പേരും കരയിലെത്തിക്കുന്ന ഘട്ടത്തിൽ തന്നെ അവരുടെ ഹൃദയമിടിപ്പ് ഉൾപ്പെടെ നിന്നിരുന്നു എന്നുള്ളതാണ് രക്ഷാപ്രവർത്തനം നടത്തിയവർ പറയുന്നത്. നേരത്തെ സമാനമായ സംഭവം ഈ പറയുന്ന നീർക്കടവ് മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പയ്യാമ്പലത്തെ ഈ കടലോര മേഖലകളിലുള്ള ഇത്തരത്തിലുള്ള കുളിക്കാനിറങ്ങുന്നത്, വിനോദസഞ്ചാരികൾ എത്തുന്നത്, പരിചയമില്ലാത്തവർ എത്തുന്നത്, അവർ കുളിക്കാനിറങ്ങുന്നത് ഒരു അപകട ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അജി, നീർക്കടവിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. 8 പേരായിരുന്നു വിനോദസഞ്ചാരത്തിനായി ഇവിടേക്ക് എത്തിയത്, പയ്യാമ്പലത്തേക്ക് എത്തിയത്. അതിൽ 3 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്ന ദുഃഖകരമായ വാർത്തയാണ് ബിജീഷ് ഗോവിന്ദൻ കണ്ണൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. തിരയിൽപ്പെട്ട് 3 പേരാണ് ഈ അപകടത്തിൽ മരിച്ചത്.